ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത് നമ്മുടെ വീട്. ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് മരങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലത്താണ് നമ്മുടെ വീട് നിൽക്കുന്നത് പറഞ്ഞു. അപ്പോൾ നമ്മൾ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ രാവിലെ എണീറ്റ് വരുമ്പോൾ കോഴിയുടെ സൗണ്ട്, കോഴിയുടെ കൂവല്, അതുപോലെ തന്നെ കാക്കയുടെ കരച്ചിൽ, ഇങ്ങനത്തെയൊക്കെ സൗണ്ടുകളല്ലേ കേൾക്കുള്ളൂ. അതുപോലെ ഇവരെ നമ്മൾ കാണുള്ളൂ. പക്ഷെ നമ്മുടെ നാട്ടിലുള്ളവർക്ക് രാവിലെ നീച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദേശീയ പക്ഷിയായിട്ടുള്ള മയിലാണ് കാണുക. അത്രയും നമുക്ക് രാവിലെ എണീറ്റ് വാതിലൊക്കെ തുറന്നു നോക്കിയാൽ നമ്മുടെ മുറ്റത്തൊക്കെ ഉണ്ടാവും മയിലുകൾ. അത്രയും എന്താ പറയുക, വളരെ സുന്ദരമായിട്ടുള്ള ഒരു കാം ആൻഡ് കൂളായിട്ടുള്ള പ്ലേസിലാണ് നമ്മുടെ വീട് നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നമ്മുടെ വീടിൻ്റെ ചുറ്റുപോറുമുള്ള ആ ഒരു പച്ചപ്പും കാര്യങ്ങളും അതൊക്കെയാണ് കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് ഞാൻ ചെറിയൊരു തോട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ വൃക്ഷങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങളെ കാണിച്ചു തരാണ്. നമ്മുടെ വീട് നിൽക്കുന്നത് ഇങ്ങനെ ഒരുപാട് എന്താ പറയുക മരങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലത്താണ് നമ്മുടെ വീട് നിൽക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് എന്താ പറയുക ഭയങ്കര ഒരു എന്താ പറയുക വൈബാണ് ഇങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ. അത്രയും ഭയങ്കര ഭംഗിയാണ്. നല്ല അടിപൊളി ശുദ്ധവായുവൊക്കെ ശ്വസിച്ച് നമ്മുടെ ആയുസ്സും ആരോഗ്യമൊക്കെ കുറച്ച് വർഷങ്ങളും കൂടി കൂട്ടാം, അങ്ങനെ പറ്റിയൊരു സ്ഥലമാണ് ഈ ഒരു സ്ഥലം. ഞാൻ ഇടയ്ക്ക് തമാശയ്ക്ക് പറയുമെങ്കിലും കാടിൻ്റെ ഉള്ളിലാണ് വീട് പറയണമെങ്കിലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. നമുക്കൊരു പ്രത്യേക നമ്മൾ ഈ വാഹനങ്ങളുടെ ഒച്ച ഇതൊക്കെ കേട്ട് ഉള്ള സ്ഥലത്താവും അങ്ങനെ ഒച്ചയുള്ള അവിടെ എല്ലാവരും വീട് വെച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മളിങ്ങനെ ഒരു വെറൈറ്റി ആയിട്ടൊന്ന് ചിന്തിച്ചതാണ്. ഹലോ, ഞാൻ പറഞ്ഞ കുഞ്ഞ് തോട്ടാണിത്. എൻ്റെ തോട്ടമാണ്. അപ്പോൾ അതാ ഇതൊരു പ്ലാവിൻ്റെ തൈയാണ് വെച്ചെന്ന്. ഒരു 3-4 വർഷം പിടിക്കുവാണ് പറയുന്നത്. ഒക്കെ നമ്മുടെ മണ്ണൂത്തിയിൽ നിന്നുള്ള തൈകളാണ് വെച്ചിരുന്നത്. പിന്നെ ഇതാ ഒരു റംബൂട്ടാണ്ട്, അതുപോലെ തന്നെ ഒരു മുരിങ്ങയുടെ കൊമ്പല്ല മരമായി വന്നിട്ടുണ്ട്. ആദ്യം കുഞ്ഞു കൊമ്പ് കുത്തിയതാണ്. പിന്നെ ഇതാ കറിവേപ്പില. നമുക്ക് എന്ത് പിന്നെ ഭക്ഷണ പദാർത്ഥം കറികൾ വെക്കാൻ ഈ കറിവേപ്പിൻ്റെ 2 എണ്ണം താളിച്ചിട്ടാൽ അടിപൊളിയായിരിക്കും. അതിൻ്റെ ഒരു സ്മെല്ലും ടേസ്റ്റൊക്കെ. പക്ഷെ നമ്മളെന്താ ചെയ്യുക, ഭക്ഷണം കഴിക്കുമ്പോൾ അതൊക്കെ ഒഴിവാക്കും. ചില ആളുകൾ പറയും ജീവിതത്തിലും ഞങ്ങൾ കറിവേപ്പില ആയിട്ടുണ്ട് പറയും. അപ്പോൾ ഈ കറിവേപ്പിൻ്റെ ഇത് കാണുമ്പോൾ, തൈ കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് അതാണ്. പിന്നെ അതുപോലെ തന്നെ ഇതാ പേരയ്ക്കുണ്ട്. 2 തരം പേരയ്ക്കുണ്ട് കേട്ടോ. ഏതൊക്കെയുള്ളത് അത് വളർന്നു വന്നാൽ തന്നെ അറിയാൻ പറ്റുള്ളൂ. അവർ പറഞ്ഞ് 2 വർഷം പിടിക്കുമൊക്കെ പറയുന്നത്. ഇതാ ഒരു പ്ലാവും കൂടി ഉണ്ട്. ഇതാണ് നമ്മുടെ കുഞ്ഞു തോട്ടം. പിന്നെ ഇടയ്ക്ക് ഞാനിതാ കണ്ടോ മഞ്ഞൾ, അതേപോലെ ഇഞ്ചി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ നട്ടിട്ടുമുണ്ട്. പിന്നെ ഞാൻ നട്ടതാണ് ഇതാ കണ്ടോ ഒരു അനാറാണ്. ഇത് നമ്മുടെ നാട്ടിലുണ്ടാവും ഒന്നും അറിയില്ല. പക്ഷെ എന്തായാലും ഇതാ ഇങ്ങനെ തൈ നട്ടിട്ടുണ്ട്. 2 വർഷം പിടിക്കുമാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു മാവുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതാ ഒരു തെങ്ങ്, അങ്ങനെ പലതരത്തിലുള്ള കുള്ളൻ തെങ്ങ്, സാധാ തെങ്ങ്, അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഓരോ വാഴകളും അങ്ങനെയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഹായ്, ഇപ്പം നിങ്ങളെല്ലാവരും നമ്മുടെ വീടിൻ്റെ ചുറ്റുപാടുള്ള ആ ഒരു ദൃശ്യഭംഗിയല്ലേ കണ്ട്? അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞു തോട്ടവും കണ്ടിട്ടുണ്ടാവും. നമ്മളൊക്കെ വിചാരിച്ചിട്ടുണ്ടോ അയ്യോ കുഞ്ഞു പ്ലാന്റ്സ് ആണല്ലോ. ശരിയാണ്, 2-3 മാസമായിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ ഞങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ട് നമ്മളൊരു കുഞ്ഞിനെ എങ്ങനെയാണോ നോക്കുന്നത് അതുപോലെ ആ 2 മാസമായിട്ട് ഞങ്ങൾ ആ പ്ലാന്റ്സിനെ നോക്കി വരികയാണ്. നിങ്ങളുടെ പോലെ തന്നെ ഞാനും ആൻസൈറ്റിയാണ്. അതൊക്കെ വലുതായിട്ട് അതിൽ നിന്ന് ഫലങ്ങൾ കിട്ടിയിട്ട് നമുക്ക് ഒരു എന്താ പറയുക ഭയങ്കര സന്തോഷമാകും. കാരണം നമ്മൾ വെച്ച തൈകളിൽ നിന്ന് നമുക്ക് ഫലം കിട്ടുമ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷമാണ്. അതിനുവേണ്ടി ഞാനും വെയിറ്റിംഗ് ആണ്. ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്, ഞാൻ എന്താ പറയുക ഓരോ ദിവസവും വ്യത്യസ്ത തരത്തിലുള്ള നമ്മുടെ വീടുമായി ബന്ധപ്പെട്ടും നമ്മുടെ നാടുമായിട്ട് ബന്ധപ്പെട്ടും ഞാൻ
ഞാൻ വ്യത്യസ്ത തരത്തിലുള്ള പിന്നെ കാര്യങ്ങൾ കുക്ക് ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടി എല്ലാതുമുള്ള നമ്മുടെ വീട്ടിൽ വരുന്ന എല്ലാ കാര്യങ്ങളും അങ്ങനെ പ്രത്യേകമായിട്ടുള്ള ഒരു ഇതില്ല, എല്ലാ സംഭവങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വ്ളോഗായിരിക്കും നമ്മളത് അഖീസ് വ്ളോഗ് ഉള്ളത്. അപ്പോൾ ഈ അഖീസ് വ്ളോഗ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. സീ യു. ബൈ ബൈ.